പടക്കം 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 പൊട്ടിച്ചിരിക്കണ പടക്കം, അകലം വേണം ചുരുക്കം, അല്ലെങ്കിൽ കരയും ഒടുക്കം. അപ്പോളേ പൊന്നുമക്കളോട് ചാമിയച്ചന് ഒരു അഭ്യർത്ഥനയാണ്. എന്താ പറഞ്ഞാൽ പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ നല്ല സൂക്ഷ്മം വേണം കേട്ടോളേ. കൈ പിടിച്ച് പൊട്ടിക്കണ പടക്കമാണെങ്കിലും നിലത്ത് വെച്ച് പൊട്ടിക്കണ പടക്കമാണെങ്കിലും ഇനിയിപ്പോൾ മോളിൽ പോയി പൊട്ടിരുന്ന പടക്കമാണെങ്കിലും എന്താണെങ്കിലും കരിമരുന്നാണ്, അതിന് കണ്ണ് കാണില്ല. അപ്പോൾ ആ പൊന്നും കൈ കൊണ്ട് ഒരുപാട് 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 കൈനീട്ടം വാങ്ങേണ്ടതും കൊടുക്കേണ്ടതും ഒക്കെയാണ്. അപ്പോൾ കൊന്നപ്പൂ ചിരിക്കും പോലെ ഒന്നും മക്കൾ ചിരിച്ചിരിക്കാനേ ഈ വിഷുവിന് നല്ല സൂക്ഷ്മം വേണം. കടുത്ത ചൂടുള്ള കാലവും കൂടിയാണ്. അപ്പോൾ പൊന്നുമക്കൾ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് ഈ പൊട്ടിക്കഴിഞ്ഞതും പോയിട്ട് പെറുക്കാൻ പോകാൻ പാടില്ല. നിങ്ങൾ പെറുക്കാൻ പോണ സമയത്തായിരിക്കും അത് പൊട്ടിത്തെറിക്കാൻ പോണത്. അതേപോലെ പൊട്ടിയിട്ടില്ല പറഞ്ഞിട്ടേ അതിനെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഒരവിടെ കൊണ്ടുപോയിട്ട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ തീ കൊളുത്തിയിട്ട് പൊക്കൊന്ന് പിടിക്കില്ലേ, അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോളി. ചന്തമുള്ള മുഖത്തിനെയൊക്കെ വികൃതമാക്കും ആ പണി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വികൃതികളൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ പൊന്നുമക്കളെ അകലം പാലിച്ചിട്ട് വേണം പടക്കങ്ങൾ കൊളുത്താനും പൊട്ടിക്കാനും ഒക്കെ. അതാണ് ചാമീച്ചിന് പ്രത്യേകം ഈ വിഷു സമയത്ത് പറയാനുള്ളത്. അപ്പോൾ നന്മ നിറഞ്ഞ ഒരു വിഷുക്കാലം ആകട്ടെ, ഈ കൊല്ലവും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാമീച്ചൻ. അപ്പോൾ ഒരിക്കൽ കൂടി ചാമീച്ചൻ്റെ മനസ്സ് നിറഞ്ഞ വിഷു ആശംസകൾ, ഒപ്പം ഈസ്റ്റർ ആശംസകളും.